ഇല്ല. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, എൻ്റെ സിനിമകൾ റിലീസാവുന്ന സമയത്ത് കറക്റ്റ് ഇവിടുത്തെ ഫാഷൻ വീക്ക് അറേഞ്ച് ചെയ്യുന്നതിന് ആദ്യം ലുലുവിന് നന്ദി പറയുന്നു. ഓക്കെ, പടക്കളം എന്ന് പറയുന്നത് മനു സ്വരാജാണ് ഞങ്ങളുടെ സംവിധായകൻ. മനുവിൻ്റെ ആദ്യത്തെ സിനിമയാണ്. മനു ഒരു ബേസിൽ ജോസഫ് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സിനിമ ഒരു തേഴ്സ്ഡേ ആണ് റിലീസായി. ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ 2 പേരാണ് സിനിമ കണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീക്കെൻഡോട് കൂടി നിങ്ങളെല്ലാവരും സിനിമ കാണുമെന്ന്. കാണില്ലേ? നിങ്ങൾ കണ്ടോ? ഉറപ്പായിട്ട് കണ്ടോ? ഗ്യാരണ്ടിയാണ്. ഇനി കാണോ? ആഹാ, ഊരറിയ. താങ്ക് യു. അപ്പോൾ എല്ലാവരും സിനിമ കാണുക. താങ്ക് യു വെരി മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് 2 കാര്യം പറയാനുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു റാംബോഗ് ചെയ്യണേ. ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഓക്വേർഡ്നെസ്, എനിക്ക് അഭിനയിക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടുന്ന് ഈ വളഞ്ഞേക്ക് വന്നപ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ ഷോക്കായി പോയി. 2ാമത്തെ കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് ഷർട്ടിൻ്റെ താഴെ ടീഷർട്ട് ഇടുന്നത്. ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങണം ആദ്യമായിട്ടാണ്. അതിലൊരു ഓക്വേർഡ്നെസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പടക്കളം എന്ന് പറഞ്ഞ മൂവി ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടിടത്തോളം നമുക്ക് കിട്ടിയ റിവ്യൂസ് അനുസരിച്ച് എല്ലാവർക്കും പടം നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ പടം റിവ്യൂ കണ്ടപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. പടം നല്ലപോലെ തന്നെ പോകുന്നുണ്ട്. ആളുകളിലേക്ക് എത്തുന്നുള്ളൂ. എന്താ പറയുക, ഫസ്റ്റ് ഡേ പുഷ് നമുക്കധികം കിട്ടിയിട്ടില്ല. പക്ഷേ ഷറഫൊക്കെ പറഞ്ഞ പോലെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും വർക്കായി. നമ്മളെ കണക്ട് ചെയ്തിട്ടുള്ളവർ ഒരുപാട് പേര് വിളിച്ചു, പടം അടിപൊളിയായിട്ടുണ്ട്, വിചാരിച്ചതിനേക്കാൾ സൂപ്പറായിട്ടുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ ധൈര്യത്തോടെ നമ്മൾ പറയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പടം കണ്ടു നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് നിതിൻ, എഡിറ്ററാണ്. സോ ഞാൻ ഈ പടം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറേ തവണ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പ്രിവ്യൂ നടത്തുന്ന സമയത്ത് വിത്ത് ദ ക്രൗഡ് ആ ഡിഫറൻസ്, ആ ഒരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. സോ ഐ ആം ഷുവർ എന്താ പറയുക, ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ് വിത്ത് ദ ക്രൗഡ്. സോ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. താങ്ക് യു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആദ്യത്തെ പടമാണ്. അതാണ്, നമുക്ക് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി നല്ല ആവശ്യമാണ്. കാര്യം പടം കണ്ടവരെല്ലാവരും വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നമ്മുടെ പ്രിവ്യൂവിന് നമുക്ക് അത്യാവശ്യം വളരെ നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. പടം കാണുന്നവരെല്ലാം കൊള്ളാമെന്നും പറയുന്നുണ്ട്. അത് പക്ഷേ നമ്മളെല്ലാം വിധി എഴുതേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും കാണുക എന്നുള്ളതാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നവരോട് എല്ലാവരോടും പറയുക, അവരെല്ലാവരും തിയേറ്ററിലോട്ട് കൊണ്ടുവരിക. എന്തായാലും നിങ്ങൾ നിരാശരാവില്ല. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കയറാം. നമുക്ക് ആ ഒരു ആത്മവിശ്വാസം തരാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. ആൻഡ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എല്ലായിടത്തും പറയുക, അവരെല്ലാവരും തിയേറ്ററിലേക്ക് കൊണ്ടുവരിക. അത്രേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. സാഫ് പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് ഫാഷൻ ഇങ്ങനെ റാംബോക്കൊക്കെ ചെയ്യുന്നത്. കൊച്ചിലെ ഫാഷൻ ടി വിയിൽ കണ്ട് പരിചയമുള്ളൂ. ആദ്യമായിട്ടാണ് ഇത് ചെയ്യുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല. അതെ, പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫാലിനി, ആലപ്പുഴ ചിംഖാന എന്ന സിനിമകൾക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് പടക്കളം. എല്ലാവരും പറഞ്ഞ പോലെ ഇതൊരു ഫാൻറ്റസി ജോണറിൽ വരുന്നൊരു സിനിമയാണ്. അധികം മലയാളത്തിൽ എക്സ്പെരിമെൻ്റ് ചെയ്യാത്ത ഒരു ജോണറാണ് ഫാൻറ്റസി. അത് മനു നന്നായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ. കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി സിനിമ കാണുക, കണ്ടവരോട് പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരുപാട് പുതിയ മുഖങ്ങൾ പടത്തിലുണ്ട്. മനുവിൻ്റെ ആദ്യത്തെ സിനിമയാണ്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഹായ് ഗൈസ്. മനു എന്നെ ആദ്യം പടം ചെയ്യാൻ വിളിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയുന്നത്, ഇത് നിനക്ക് പറ്റിയൊരു തലതെറിച്ചൊരു ക്യാരക്ടറാണ്. അപ്പോൾ നീ വന്ന് നിൻ്റെ യൂട്യൂബിനകത്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്, കോമഡി കോണ്ടന്റ്. നീ നിൻ്റെ വീഡിയോസിനകത്ത് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ്, നീ അത് ചെയ്തു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ കണ്ണോട് ചോക്കി പറഞ്ഞു. അങ്ങനെ ചെയ്തു. ഞങ്ങളിത് ഒരു 10-50 ദിവസം അമൽജ്യോതി കോളേജിനകത്ത് അവിടെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ഞങ്ങൾ അതിനകത്ത് നിന്ന് അതും കോളേജിലപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു പടമാണ്. എല്ലാവരും പോയി കാണുക, അഭിപ്രായം അറിയിക്കുക. താങ്ക് യു. ഞങ്ങളുടെ സിനിമ പടക്കളം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലുലു ഫാഷൻ വീക്ക് എന്നല്ല, ലുലു എനിക്ക് പേഴ്സണലി ആസ് ഫ്രൈഡേ ഫിലിം ഹൗസ് ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്, ഈ ഏട്രിയം ലുലു ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഈ ഏട്രിയത്തിൽ ആദ്യമായിട്ട്
നടക്കുന്ന പരിപാടി മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമയുടെ പരിപാടിയാണ്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ലുലുവായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇന്ന് വീണ്ടും 22ാമത്തെ സിനിമയുമായിട്ട് ഇവിടെ എത്തുമ്പോൾ, മറ്റ് സിനിമകൾ സാധാരണ നമ്മൾ പ്രൊമോട്ട് ചെയ്യണത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയും ഈ സിനിമ പോയി കാണണം, നല്ലൊരു പടമാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടുകൂടി, കാരണം 22ാമത്തെ പടമായ പടക്കളത്തിന് വളരെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് ഇന്ന് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റിവ്യൂസ് ആണെങ്കിലും യൂട്യൂബ് റിവ്യൂസ് ആണെങ്കിലും എവറിത്തിങ് ഇസ് പോസിറ്റീവ്. നമുക്ക് ഈ ബുക്ക് മൈ ഷോയിൽ ഗ്രീൻ മാറി ഓറഞ്ച് ആവുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇന്ന് ഇപ്പോൾ ഈ നൈറ്റിൽ നടക്കുന്ന എല്ലാ ഷോകളും ഓറഞ്ചായി നിൽക്കുന്ന കണ്ടിട്ട് സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. അപ്പം എല്ലാവരും പോയി കാണുക. പടക്കളം കണ്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? കണ്ടവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. ആ തംസപ്പാണ് നമുക്ക് വേണ്ടത്. എനിവേ ഇന്ന് ഷോ ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഇന്ന് സിനിമ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ ഞങ്ങളുടെ സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ട്രെയിലർ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം.